യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ പ്രതിഷേധം ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടെ ബാരിക്കേഡിന് ഒരു വശത്ത് നിന്ന് പോലീസ് മുന്നോട്ടേക്ക് കയറി വന്നിട്ടില്ല. ഇടയ്ക്ക് ബാരിക്കേഡുണ്ട്. അത് മറിച്ചിടാനുള്ളൊരു ശ്രമം നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു. പക്ഷേ പോലീസ് അവർ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ കണ്ണീർവാതകം പ്രയോഗിച്ചു. കണ്ണീർവാതകം പ്രയോഗിച്ച ഉടനെ പല കുറിയായി പ്രയോഗിച്ചു. അപ്പോൾ തന്നെ പ്രവർത്തകർ പല വശങ്ങളിലേക്കായി മാറി. പക്ഷേ പല പ്രവർത്തകർക്കും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ പല പ്രവർത്തകർക്കും വലിയ ശ്വാസതടസ്സമുണ്ടായതായിട്ട് മനസ്സിലാക്കുന്നു. ചില ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒട്ടും അയയാതെ അല്ലെങ്കിൽ പിന്നോട്ടേക്ക് പോകാതെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അവിടെയുണ്ട്. ഒരു പക്ഷേ കൂടുതൽ സംഘടിച്ച് മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യതയും പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമമൊക്കെ പോലീസ് നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. അതിന് പിന്നാലെയാണ് പ്രവർത്തകർ പിന്നീട് അവിടെ നിന്ന് വലിയ മുദ്രാവാക്യം വിളികൾ ഉയർത്തി നിയമസഭയിലേക്ക് കടക്കുമെന്നുള്ള തരത്തിലേക്ക് മുന്നോട്ടേക്ക് ആഞ്ഞു വന്നത്. പക്ഷേ പോലീസിൻ്റെ ബാരിക്കേഡ് അവിടെ പോലീസ് തടസ്സം സൃഷ്ടിച്ചിരുന്നു. അത് മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നതും പിന്നീട് കണ്ണീർവാതകം പ്രയോഗിക്കുന്നതും പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നത്. ഇപ്പോഴും പിരിഞ്ഞു പോകുന്നില്ല അവിടെ കൂടി നിൽക്കുന്ന പ്രവർത്തകർ എന്നുള്ളത് സ്ഥിതി കുറച്ചുകൂടി രൂക്ഷമാക്കുകയാണ്. നിലവിൽ അവിടെ പ്രവർത്തകർ സംഘടിതരല്ല. പോലീസ് അവർക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നിലവിൽ സംഘടിച്ച് നിൽക്കുന്നില്ല, പല ഇടങ്ങളിലായി നിൽക്കുകയാണ്. RB സനൂപ് വിശദാംശങ്ങളുമായി വരികയാണ്. സനൂപ്, ഈ ദൃശ്യങ്ങളിൽ വലിയ ശ്വാസതടസ്സം ഉള്ള പ്രവർത്തകരെ കാണുന്നുണ്ട്. അവരൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് നമ്മൾ കരുതുകയാണ്. ഒപ്പം തന്നെ പോലീസ് പ്രവർത്തകർക്കിടയിലേക്ക് വന്നു. അവർ പിരിഞ്ഞു പോകാനുള്ള ശ്രമത്തിലാണോ അതല്ല കൂടുതൽ സംഘടിച്ചെത്താം എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് കരുതുന്നത്. ബാരിക്കേഡ് കിട്ടിയ സ്ഥലത്ത് നിന്ന് മാറി റോഡിലേക്ക് പോവുകയാണ്. അവരെ കുട്ടിയെന്ന് പ്രതിഷേധിക്കുമെന്ന് അറിയില്ല. അല്പസമയത്തിനകം തന്നെ അത് മനസ്സിലാവും. ഈ ജലപീരങ്കി പ്രയോഗിച്ച് തീർന്ന ശേഷവും പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറച്ചിടാനുള്ള വലിയ ശ്രമം നടത്തിയോടുകൂടിയാണ് പോലീസ് ആദ്യം മുന്നറിയിപ്പ് നൽകിയത്. കണ്ണീർവാതകം പ്രയോഗിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്നാണ് പോലീസ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന സമീപനത്തിലേക്ക് എത്തിയത്. പോലീസ് പലതവണ കണ്ണീർവാതകം പ്രയോഗിച്ചു. 2 തവണ ഗ്രനേഡും പൊട്ടിച്ചു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബ്ദം അങ്ങനെയായിരുന്നു. അതായത് കണ്ണീർവാതകം പ്രയോഗിച്ചതോടുകൂടിയാണ് പ്രവർത്തകർ ഇവിടെ നിന്ന് മാറിയത്. പലർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പലരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം അത്രയും ശക്തിയേറിയ വാതകം തന്നെയാണ് പ്രയോഗിച്ചതെന്നാണ് തോന്നുന്നത്. കാരണം നമുക്കടക്കം വലിയ കണ്ണിന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും പ്രവർത്തകർ ആ പ്രദേശത്ത് നിന്ന് മാറി. ഇപ്പോ പ്രതിഷേധം ഏകദേശം അവസാനിച്ച മട്ടാണ്. സനൂപ്, സമരം അവസാനിപ്പിച്ചു എന്ന തരത്തിലാണല്ലോ ഇപ്പോൾ നേതാക്കൾ പറയുന്നത്. സമരം അവസാനിപ്പിച്ച് പിരിയുകയാണോ പ്രവർത്തകർ? സമരം അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. സമരം ഇപ്പോഴും തുടരുകയാണ്. പ്രവർത്തകർ ഈ റോഡിൽ നീക്കുകയാണ്. MG റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാരിക്കേഡ് കെട്ടിയിരുന്ന പ്രദേശത്ത് നിന്ന് പൂർണ്ണമായിട്ടും പ്രവർത്തകർ ഇങ്ങേക്ക് റോഡിലേക്ക് സമരം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗത കുരുക്കിലേക്ക് MG റോഡ് കടക്കുകയാണ്. പലർക്ക് ഈ റോഡ് ഉപരോധിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.